കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീൻ സാറിനോടൊപ്പം ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ സത്യത്തിൽ അന്ന് സാറിൻ്റെ ചുറ്റും സിസിക, റോണി, ശബരീഷ് ഇവരൊക്കെ ഇരുന്ന് ഫുൾ ഒരു വേഷമൊക്കെ ചെയ്യണം. സത്യത്തിൽ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ കൊതിച്ചു. ഭയങ്കര ഒരു ഇതായിരുന്നു എനിക്ക്. എന്തെങ്കിലും ഒരു ദിവസം സാറിൻ്റെ കൂടെ ഒരു എന്താ ഒരു സിനിമയിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്റെ കൂടെ നിറഞ്ഞു നിന്ന് വിനായകന്റെ കൂടെ എന്തായാലും ഇപ്പൊ സംഭവിച്ചു. ലൈസീറ കണ്ടോ ആരെങ്കിലും? പൊടിച്ചിട്ടില്ലേ? ഇതിലൂടെ എന്താണ് പൊടിച്ചിട്ടുണ്ട്. നമ്മള് ഈ ചില ഫലങ്ങൾ പഴങ്ങളൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് വീഴുന്നതാണ്. അതുപോലെ ഒരാൾ അയാൾ. ഞാനൊരു പരസ്യചിത്രത്തിൽ അയാളെ കണ്ടു. ഫോൺ പേ ദുൽഖറും സമന്തിയും ചേർന്നിട്ടൊരു ഫോൺ പേയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഹനീഫ് അദേജി എന്ന് പറയുന്ന ഡയറക്ടറുണ്ട്, അദ്ദേഹമാണ് പറഞ്ഞത് സാറിന് അയച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഞാൻ നമ്പർ തരാൻ അയച്ചു കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് അയച്ചു. അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു വലിയ എസ് ഒക്കെ എഴുതിയിട്ടാണ് അദ്ദേഹത്തിന് അയച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവിച്ചു. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് സാർ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ അങ്ങനെ അവസാനം അങ്ങനെ സംഭവിച്ചു. പിന്നെ അസീസിനെ പറ്റിയൊന്നും പറയാനില്ല. അസീസ് ഇപ്പോൾ വലിയ തിരക്കുള്ള നടനാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ വന്ന് ഞങ്ങൾ ഈ പരിപാടിയിൽ സഹകരിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും എല്ലാവരും അഭിനയിച്ചാലും വന്നിട്ടുണ്ട്. അമ്മ പോയോ? അവിടെ മോനെ കുളിച്ചിരിക്കുന്നു. വലിയ നടന്മാരൊക്കെ ഇവിടെ എത്തുമ്പോ നീ വലിയ നടനാ, നീ അവിടെ പോയി വിളിച്ചിരിക്കുന്ന. നീ എന്താ വേണ്ട? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന്റെ ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നു മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ, ഈ നായകനത്തിൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് ഈ എടുത്ത് കളഞ്ഞത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ അല്ലേ പറ്റുള്ളൂ. എന്റെ പേര് വെക്കുമ്പോ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി എഴുതാൻ അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്ന സംശയമാണ്. പറയാം, വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിക്കട്ടെ. ഓഫ് കോഴ്സ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മള് വി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടിപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റ് അല്ലേ വിളിക്കുന്നത്. ശരി, അവൻ സമ്മതിക്കുന്നില്ല. വാ വിനായകൻ. മികച്ച കൈഡി നൽകി തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, the one performer who we always get mesmerized about, Vinayagan on the floor. ഒരു മൈക്ക് കൊടുത്തതായി സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുമ്പോൾ ചില സംസാരിക്കാൻ അറിയാമെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ഭാഗ്യമുള്ളവനാണ് വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ.
വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മൾ അല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നി. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാൾ നല്ലതാണ്. ശരിക്കും കാണാനില്ല അല്ലേ? എന്താ നായകൻ വന്നു, ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ. മമ്മുക്ക, shall we proceed to welcome? പിടിച്ചോ. Okay, so തുടക്കത്തില് അത്രത്തോളം ത്രില്ലിംഗ് എൻട്രി നമുക്ക് തന്ന I don't know the count 21, 22, 23, 24 എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു നിമിഷം വരെയും നമ്മുടെ ഫ്രണ്ട് റോല് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പേരറിയാമെങ്കിൽ വിളിച്ചോ. പേര് സ്റ്റേജിൽ കയറിയപ്പോൾ മുതൽ നിർത്താതെ പണി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. conveying my sincere apologies. എല്ലാവരുടെയും പേര് അത്രത്തോളം ഫെമിലിയർ അല്ലാത്തത് കൊണ്ടായിരുന്നു റിസ്ക് ഞാൻ എടുക്കുന്നില്ല. പക്ഷേ ഇനി നമ്മളെന്തായാലും സ്ക്രീനിൽ നിങ്ങളെ കണ്ട് ഞെട്ടാനായിട്ട് പോവാണല്ലോ. അപ്പോൾ ഇപ്പോഴേ സ്റ്റേജിൽ വന്ന് നമ്മളെ ഞെട്ടിക്കാനായിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്തു. Come on everyone, with a big round of applause, let's wholeheartedly welcome actresses in Kalangaval on the screen. നമ്മുടെ ഡയറക്ടർ ജിതിൻ സർ പറഞ്ഞിരുന്നു കൗണ്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, അതുകൊണ്ട് കൗണ്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോൺടെസ്റ്റ് റൺ ചെയ്യുന്നുണ്ട് ടു ഗെസ് ദ നമ്പർ ഓഫ് ഹീറോയിൻസ് ഇൻ കലങ്കാവൽ. സോ അവരെല്ലാവരും സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ അനൗൺസ്മെന്റ് തന്നെയായിരുന്നു ഇത്. ഞാൻ മൈക്ക് ഇവരുടെ കൊടുക്കാം, അവർ തന്നെ പേര് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. ഇവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. മൈ നെയിം ഇസ് അബി സുഹാന. നമസ്കാരം, എൻ്റെ പേര് നിസ. എൻ്റെ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നത് ബാക്കിലിരിക്കുന്നവരാണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു, മുൻ മാപ്രയായിരുന്നു, കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് കണ്ണൂർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും എല്ലാവരെയും പോയി കൊലയും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. எல்லாருக்கும் வணக்கம். மம்முட்டி சார், ரொம்ப சந்தோஷம். நான் தமிழ்நாட்டோட சார்பா வந்திருக்கேன். ஏன்னா இங்க ரிலீஸ் பண்ண சாங்ஸ் எல்லாமே தமிழ் சாங்ஸா இருக்கும் போது எனக்கு இன்னுமே ரொம்ப சந்தோஷமா இருந்தது. நான் சென்னை பொண்ணு. என்னோட பேர் திரிவேதா. நான் சென்னையில ஆர்ஜேவா இருக்கேன், படங்கள் பண்ணியிருக்கேன். ஆனா மம்முட்டி சாரோட நடிக்கிறது எனக்கு ரொம்ப சந்தோஷமான விஷயம். மலையாள சூப்பர் ஸ்டாரோட நடிச்சிருக்கோம் அப்படின்றதுல இதுல ஒரு சின்ன ரோலா இருந்தாலும் நான் ரொம்ப சந்தோஷமா அவங்க கூட ஸ்கிரீன் பிரசன்ஸ்ல அவங்க கூட இருந்திருக்கேன் அப்படின்றதுல ரொம்ப சந்தோஷம். தேங்க்யூ சார். നമസ്കാരം, എൻ്റെ പേര് സ്മിത. ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു 4ാമത്തെ മൂവിയാണ്. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണിത്. മമ്മൂക്ക കമ്പനി, താങ്ക്സ് മമ്മൂക്ക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗായത്രി അരുൺ. മമ്മൂക്കയുടെ കൂടെ 1 എന്ന മൂവിയിൽ ഒരു 5 വർഷം മുമ്പ് അതിനുശേഷം ഞാൻ കൊടുത്ത എല്ലാ ഇൻ്റർവ്യൂവിലും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുമായിട്ടുള്ള എക്സ്പീരിയൻസ്? എനിക്ക് ആ സിനിമയിൽ ആകെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൽ കുറച്ച് കൂടുതൽ സീനുകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയുള്ള ഇൻ്റർവ്യൂവിൽ പറയാൻ കുറച്ചുകൂടെ വിശേഷങ്ങൾ ഉണ്ടാവും. താങ്ക് യു ജിതിൻ, ജിഷ്ണു ആൻഡ് മമ്മൂട്ടി കമ്പനി ഈ ഒരു മൂവിയിലേക്ക് ക്ഷണിച്ചതിന് താങ്ക് യു സോ മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.